അസ്സലാമു അലൈക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് നമ്മുടെ മരണം വരെ സമാധാനത്തോടെ ജീവിച്ചു പോകുക എന്നത്. എന്നാൽ നമുക്ക് ദിനംപ്രതി ഓരോ വിഷമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? കടം കൊണ്ടും മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടും സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് ചിലപ്പോൾ അല്ലാഹു താങ്ങാൻ കഴിയാത്ത വിഷമങ്ങൾ തരും. അത് പടച്ച റബ്ബിന്റെ പരീക്ഷണങ്ങളാണ്. ചിലപ്പോൾ അല്ലാഹു വലിയ കടങ്ങൾ തന്ന് പരീക്ഷിക്കും, അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കും. എത്ര വലിയ പരീക്ഷണങ്ങൾ തന്നാലും നമ്മൾ റബ്ബിനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായും റബ്ബ് വിളി കേൾക്കും. പ്രയാസങ്ങൾ വരുമ്പോൾ എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നവരാണ് പലരും. പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം നമസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്യും. പ്രയാസം മാറി സന്തോഷം വരുമ്പോൾ അല്ലാഹുവിനെ മറക്കുകയും ചെയ്യും. അല്ലാഹുവേ, മരണം വരെയും നിന്നെ ഓർമ്മിച്ച് ജീവിക്കുവാനും നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യുവാനും തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വിളി എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ, അതായത് നമ്മൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ എത്രയും വേഗത്തിൽ തന്നെ അല്ലാഹു ആ വിളി കേൾക്കുന്നതാണ് ഇൻഷാ അല്ലാ. എത്ര വലിയ കടങ്ങളായിക്കോട്ടെ, എത്ര വലിയ ആഗ്രഹവുമായിക്കോട്ടെ, ഈ ദിക്റ് ചൊല്ലിയാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ദിക്റാണിത്. ഇനി ഏതാണ് ആ മഹത്വമേറിയ ദിക്ർ എന്നറിയണ്ടേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. ഈ ദിക്റിനെ 100 തവണ ഒരാൾ ചൊല്ലിയാൽ അവൻ്റെ ജീവിതകാലത്തോളം അവനെ ഒരിക്കലും ദാരിദ്ര്യം ബാധിക്കുകയില്ല. എത്ര വലിയ വിഷമമുണ്ടെങ്കിലും നമ്മൾ അല്ലാഹുവിനെ മുറുകെ പിടിക്കുക. അല്ലാഹു എന്നെ കൈവിടില്ല എന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയ ഒരു ദിക്റാണിത്. ദുആ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എൻ്റെ ആവശ്യം പൂർത്തീകരിച്ച് തരുവാൻ ശക്തിയുള്ള ഒരേ ഒരു ഇലാഹിൻ്റെ മുന്നിലേക്കാണ് ഞാൻ എൻ്റെ ആവശ്യം പറയുന്നത്. മറ്റൊരു അഭയം തനിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് താഴ്മയുടെ ശബ്ദത്തിൽ ദുആ ചെയ്യുക. തീർച്ചയായും അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും ഇൻഷാ അല്ലാ. എല്ലാവരും ഈ ദിക്റൊന്ന് ചൊല്ലി നോക്കണേ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു അത്ഭുത ദിക്റാണിത്. എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ദിക്ർ ചൊല്ലണേ. ആ ആഗ്രഹം എന്താണോ അത് അല്ലാഹു നടത്തിത്തരും ഇൻഷാ അല്ലാ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അല്ലാഹു നടത്തിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.